നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12 നക്ഷത്രക്കാർ, അവർക്ക് ജന്മനാ തന്നെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദേവീ ദേവന്മാർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അതായത് ഓരോ നക്ഷത്രക്കാർക്കും ഇന്ന ദേവീ ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണങ്ങൾ ലഭിക്കും എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ 12 നക്ഷത്രക്കാർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി നിങ്ങളിത് മനസ്സിലാക്കിയെടുക്കുക. ഇനി പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ഭദ്രകാളി ദേവിയുടെ, അതായത് രൗദ്രമൂർത്തിയായ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കലിയുഗമാണ്. ഇവിടെ മനുഷ്യൻ ഏറ്റവും അധികം അനുഭവിക്കുന്ന ദുഃഖം എന്തെന്ന് ചോദിച്ചാൽ അത് ശത്രുശല്യമാണ്, അതായത് ശത്രുദോഷങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമ്മൾ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടത് രൗദ്രമൂർത്തികളെയാണ്. കാരണം ഇതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവചമായിട്ട് അല്ലെങ്കിൽ ഒരു വെപ്പൺ നമ്മുടെ കയ്യിൽ ഒരു ആയുധമായി എന്ന് വേണം നമ്മൾ ഈ ഒരു ശക്തി ഉണ്ടാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാരിൽ എത്ര പേർക്ക് തങ്ങളുടെ ഉപാസനാമൂർത്തിയായിട്ട് അല്ലെങ്കിൽ തങ്ങളിലേക്ക് ഈ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ജന്മനാ സിദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയുമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ആരാധനാമൂർത്തിയുള്ള ക്ഷേത്രത്തിൽ പോകുവാനും അവിടെ നിന്ന് ആ ചൈതന്യം നമ്മളിലേക്ക് വഹിച്ച് എടുക്കാനും സാധ്യമാവുകയാണ്. അപ്പോൾ ഈ ചൈതന്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ആഭിചാരദോഷങ്ങൾ, ചെയ്വനദോഷങ്ങൾ ഒന്നും തന്നെ ബാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ 12 നക്ഷത്രക്കാർ മഹാഭാഗ്യശാലികളാണെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം രൗദ്രമൂർത്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം സിദ്ധിക്കുക എന്ന് വെച്ചാൽ അത് ചില്ലറ കാര്യമല്ല. ഒരു തപസ്സിലൂടെ അല്ലെങ്കിൽ തവങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഒരു കാര്യം ജന്മനാ തന്നെ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ വീഡിയോയിലൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മഹാഭാഗ്യം എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ എല്ലാവരും അമ്മ ഭദ്രകാളി അമ്മയെ ഈ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചുകൊള്ളൂ ഈ വീഡിയോ കേൾക്കുമ്പോൾ. അപ്പോൾ 12 നക്ഷത്രക്കാർക്കാണ് ജന്മനാ തന്നെ അമ്മ ഭദ്രകാളിയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു കവചമായി, അതായത് ഒറ്റയ്ക്ക് പോകുമ്പോൾ, ഇരുട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ രാത്രി ഒന്ന് ഇരുട്ടിലാകുന്ന വേളയിൽ കറണ്ട് പോയാൽ പോലും നമുക്ക് ചിലപ്പോൾ ഇരുട്ടിനെ പേടിയായിരിക്കും. അപ്പോൾ ആ ഒരു സമയമൊക്കെ നമുക്കൊന്ന് മനസ്സിൽ അമ്മേ എന്നെ കാത്തോണേ അല്ലെങ്കിൽ ഭദ്രകാളി അമ്മേ എന്നൊന്ന് വിളിച്ചാൽ ഒരു താങ്ങായി, ഒരു തണലായി, അല്ലെങ്കിൽ ആ നമ്മളുടെ ദുരിത മുഖങ്ങളിലൊക്കെ നമുക്കൊരു കവചമായി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ 12 നക്ഷത്രക്കാർക്കാണ് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ജന്മനാ സിദ്ധിച്ചിട്ടുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത ഭദ്രകാളി ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക. കൂടാതെ ചുവന്ന പട്ട്, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഹാരം, അതേപോലെ കടുംപായസം, കോഴി, സ്വർണം, വെള്ളി എന്നീ കാര്യങ്ങളൊക്കെ നേർച്ചയായി കൂടി സമർപ്പിക്കുകയാണെങ്കിലും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾക്ക് ശമനമുണ്ടാകുമെന്നത് മാത്രമല്ല, ഇനി നിങ്ങളുടെ 7 അയലത്ത് ഇതേപോലെയുള്ള ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കുന്നതായ ദുരിതങ്ങളൊന്നും അടുക്കുകയുമില്ല. അപ്പോൾ 12 മഹാഭാഗ്യശാലികളായ നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ഈ അമ്മയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ക്ഷേത്രദർശനം നടത്തുകയും നിങ്ങളുടെ വിഷമസന്ധികളിലും അതേപോലെ നല്ല സന്തോഷ സമയങ്ങളിലും ഒക്കെ വിഷമസന്ധികളിൽ മാത്രമല്ല ദൈവത്തെ വിളിക്കാനുള്ളത്, എപ്പോഴും വിളിക്കണം. അപ്പോൾ ഇനി നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനാ സമയത്ത് ഭദ്രകാളി അമ്മയെ കൂടി നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക, സങ്കല്പിക്കുക. നിങ്ങളുടെ മനം നിറഞ്ഞുള്ള പ്രാർത്ഥനയാണ് അമ്മയ്ക്ക് ഏറ്റവും അധികം വേണ്ടുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അമ്മയെ ഉൾപ്പെടുത്തുക. എല്ലാ ദുഃഖങ്ങളും നീങ്ങി വേഗത്തിൽ നിങ്ങളിലേക്ക് അനുഗ്രഹം എത്തുന്നതിന് ഇത് സഹായിക്കും. അമ്മയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇനി മുതൽ മാറിപ്പോകുന്നതാണ്. അപ്പോൾ അടുത്ത ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക, വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏത് കാര്യത്തിനിറങ്ങുമ്പോൾ, ഒരു ജോലി സംബന്ധമായ കാര്യത്തിനോ വിവാഹ കാര്യങ്ങൾക്കോ അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അമ്മേ ദുഃഖങ്ങളിൽ പെട്ടു വലയ്ക്കരുതേ, ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരണേ അമ്മേ, ഇനിയെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇനി മുതൽ അനുഗ്രഹമായി ഒരു താങ്ങായി തണലായി എനിക്കിപ്പോൾ ഉണ്ടാകണേ എന്ന് മാത്രം ഒന്ന് മനസ്സുകൊണ്ട് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഇനി മുതൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഈ 12 നക്ഷത്രക്കാർക്കെന്ന് മാത്രമല്ല ഏവർക്കും പ്രാർത്ഥിക്കാം. എങ്കിൽ പോലും ഈ 12 നക്ഷത്രക്കാർ പ്രത്യേകമായി ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഇനി പറയാൻ പോകുന്ന ഈ 12 നക്ഷത്രക്കാർ കുടുംബക്ഷേത്ര ദർശനവും നടത്തേണ്ടത് അനിവാര്യമാണ്. വെറും കൈയോടെ ക്ഷേത്ര ദർശനം ഒരിടത്തും പോകരുത്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ഒന്നുമല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കുറച്ച് തുളസിയിലെങ്കിലും ആ ക്ഷേത്രത്തിലേക്ക്
പോകുമ്പോൾ കൊണ്ടുപോകുക, അല്ലാതെ വെറും കൈയായി പോകാതിരിക്കുക. എണ്ണയോ ചന്ദനത്തിനോ നിങ്ങളുടെ ശക്തിക്ക് ഒത്തതായ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഫലം ഇരട്ടിയാകും. നിറഞ്ഞ മനസ്സോടുകൂടി വേണം പ്രാർത്ഥനാ വേളയിൽ ആ ക്ഷേത്രാങ്കണത്തിൽ നിൽക്കുവാനായിട്ട്. ഇവിടെ സ്ത്രീകളിൽ ഏറ്റവും പെട്ടെന്ന് പ്രീതിയാകുന്നവളാണ് ഭദ്രകാളി അമ്മ. അമ്മയും സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും നമുക്ക് ഭദ്രകാളി അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാർക്കാണ് ജന്മനാ തന്നെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അതെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി എല്ലാ ദുർഘടസന്ധികളിലും എല്ലാ നല്ല സമയങ്ങളിലും എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭദ്രകാളി അമ്മേ അല്ലെങ്കിൽ അമ്മേ മഹാമായ ഭദ്രകാളി ദേവി എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ള 12 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അമ്മയുടെ അനുഗ്രഹം ജന്മസിദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഇനി മുതൽ അമ്മയെ കൂടി ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. കുടുംബ പരദേവതയെ വിളിക്കണം. എല്ലാ ദൈവങ്ങളെയും എന്നും ആരാധിക്കുന്ന പോലെ തന്നെ തുടർന്നു പോവുക. ഒപ്പം ഭദ്രകാളി അമ്മയെ കൂടി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ജന്മനാ തന്നെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം കാർത്തിക നക്ഷത്രക്കാർക്കും സിദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അടുത്ത ഭദ്രകാളി ക്ഷേത്രമുണ്ടെങ്കിൽ അല്പം ദൂരെയാണെങ്കിൽ പോലും കഴിയുന്ന സമയം അവിടെ പോയി ദർശനം നടത്താനൊന്ന് നിങ്ങൾ ശ്രമിക്കുക. ചോതി നക്ഷത്രക്കാർക്കും അതേപോലെ തന്നെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ധാരാളമായി തന്നെ സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സിദ്ധിച്ചു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമല്ല, അത് പരിപോഷിപ്പിച്ച് എടുക്കുകയും വേണം. നമ്മൾ പറയാറുണ്ട്, മണ്ണിനടിയിൽ ഒരു വസ്തു എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ അതിനെ മണ്ണിനടിയിൽ തന്നെ ഇടുകയല്ല വേണ്ടത്, അതിനെ പുറത്തെടുത്ത് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ തിളക്കം നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. ജന്മനാ തന്നെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ വിളിക്കില്ല എന്നതല്ല. നമ്മൾക്ക് ആ കിട്ടിയ അനുഗ്രഹത്തെ നമ്മൾ പ്രാർത്ഥിച്ച് ഫലവത്താക്കി മാറ്റാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഭരണി, കാർത്തിക, ചോതി. അടുത്ത നക്ഷത്രമായി വരുന്നത് ഉത്രമാണ്. ഏറ്റവും അധികം ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. അപ്പോൾ ദുഃഖദുരിതങ്ങളൊക്കെ വരുമ്പോൾ അമ്മേ ഭദ്രകാളി, അമ്മേ ദേവി എന്നൊക്കെ പ്രാർത്ഥിച്ച് ഭദ്രകാളി അമ്മയുടെ ആ രൂപത്തെ മനസ്സിലൊക്കെ ഒന്ന് ആവാഹിച്ച് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുർഘട സന്ധികളിലും ഒരു താങ്ങായി, തണലായി, ആശ്വാസമായി അമ്മ കൂടെ ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രം പോരാടമാണ്. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹമുള്ള മറ്റൊരു നക്ഷത്രമാണ്. എല്ലാ ദുഃഖദുരിതങ്ങളും മാറാൻ നിങ്ങൾ ഇനിയെങ്കിലും ഭദ്രകാളി അമ്മയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അവിട്ടം നക്ഷത്രമാണ് അടുത്തത്. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം കൂടെയുള്ള മറ്റൊരു നക്ഷത്രം കൂടിയാണ് അവിട്ടം നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള സമയങ്ങളിൽ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. തൃക്കേട്ട, ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം കൂടെയുള്ള മറ്റൊരു നക്ഷത്രം കൂടിയാണ് തൃക്കേട്ട. ഈ പറയുന്ന 12 നക്ഷത്രക്കാരിൽ ഏറ്റവും അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രം എന്ന് വേണമെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉള്ള നക്ഷത്രമാണ്. പെട്ടെന്ന് കോപിതരാകുന്ന ആളുകൾ കൂടിയാണ് പൂയം നക്ഷത്രക്കാർ. അപ്പോൾ അല്പം ശാന്ത സ്വഭാവം അനിവാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനി മുതൽ ഭദ്രകാളി അമ്മയും ഉൾപ്പെടുത്തുക. അടുത്ത നക്ഷത്രമായി വരുന്നത് പുണർദമാണ്. വേണ്ടുവോളം അനുഗ്രഹം അമ്മയിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം കൂടിയാണ് പുണർദം. ഇനി അങ്ങോട്ട് ഭദ്രകാളി അമ്മയെ നിങ്ങളുടെ താങ്ങായി, തണലായി നിങ്ങൾ കൂടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ജന്മനാ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള തടസ്സങ്ങളെ മാറ്റി നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ആ തടസ്സങ്ങളെ മാറ്റേണ്ടതും അനിവാര്യമാണ്. അങ്ങനെ മാറ്റുന്നതിലൂടെ നിങ്ങളും അമ്മയും തമ്മിലുള്ള അടുപ്പം കൂടുതലായി ഉണ്ടാവുകയും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുവിധ ദുഃഖങ്ങളും ഉണ്ടാവുകയില്ല, ശത്രുദോഷങ്ങളൊന്നും പാടെ മാറിപ്പോകുന്നതായിരിക്കും. അടുത്ത നക്ഷത്രമായി വരുന്നത് മകമാണ്. മകത്തിന് നല്ല സമയം തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം കൂടുതലായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ദുഃഖങ്ങൾ ഒഴിയുന്നതാണ്, ഐശ്വര്യം വന്നു ചേരുന്നതാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം വളരെയധികമുള്ള ഒരു നക്ഷത്രം കൂടിയാണ്. പ്രാർത്ഥിക്കൂ, ധൈര്യമായി മുന്നോട്ട് പോകൂ. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഒഴിയുന്നതാണ്. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറാൻ അമ്മയെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവിധ ദുഃഖങ്ങൾക്കും ശമനമുണ്ടാവുകയും ഐശ്വര്യവും ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവോണമാണ്. ഏത് വിഷമസന്ധികൾ വന്നാലും അമ്മയെ ഇനി മുതൽ നിങ്ങൾ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. മനസ്സിലൊന്ന് അമ്മയെ എൻ്റെ ദുഃഖത്തെ മാറ്റിത്തരണേ ഭദ്രകാളി അമ്മയെ എന്നൊന്ന് വിളിച്ചു നോക്കുക. ആ ദുർഘടം എന്താണോ നിങ്ങൾക്ക് തടസ്സമായി ബാരിയറായി നിൽക്കുന്നത് അതിനെ അമ്മയെടുത്ത് മാറ്റിത്തരും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പാത ഒരുക്കി തരും. വിജയകരമായ രീതിയിൽ നിങ്ങളെ നിങ്ങളുടെ എന്താണോ ലക്ഷ്യത്തിലേക്ക് അമ്മ എത്തിച്ചിരിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ 12 നക്ഷത്രക്കാരും ഇനി മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭദ്രകാളി അമ്മയെ ഉൾപ്പെടുത്തുക.
ഉപയോഗപ്പെടുത്തുക. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജന്മസിദ്ധമായി തന്നെ അമ്മയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡ്, ഒരു വശം. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിനെ ഫലവത്തായി നമ്മളിലേക്ക് അനുഗ്രഹം പൂർണ്ണഭാവത്തിൽ എത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. എങ്ങനെ പ്രയത്നിക്കണം? പ്രാർത്ഥനകളിലൂടെ. നമ്മളുടെ പ്രാർത്ഥനയിലൊക്കെ അമ്മേ മഹാമായേ എന്ന് നമ്മൾ വിളിക്കുക, അമ്മേ ഭദ്രകാളി, അമ്മേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് കാര്യവും ചെയ്യുമ്പോൾ അത് ഫലവത്തായി തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും അനുഭവ യോഗ്യമായി എത്തിച്ചേരുന്നതാണ്.